ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നല്ല ടേസ്റ്റുള്ള സോയാ ചങ്ക്സ് കറിയാണ് കാണിക്കുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ നോൺ വെജൊക്കെ കഴിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടും. ആ ഒരു ടേസ്റ്റിലാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ചോറിനും അതുപോലെ തന്നെ ചപ്പാത്തി, അപ്പം എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ ഞാൻ കടായി ഇത് അടുപ്പത്ത് വെച്ചിരിക്കുന്നു. ഞാനിപ്പോൾ ഇത് ഇരുമ്പ് ചീനച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് നല്ലൊരു ടേസ്റ്റാണത്. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ സാധാരണ ചീനച്ചട്ടി ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക. 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്താൽ മതി. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. അപ്പോൾ ഞാനിതിന് വേണ്ടി എടുത്തിരിക്കുന്നത് 1.5 കപ്പ് സോയാ ചങ്ക്സ് ആണ് കേട്ടോ. 1.5 കപ്പ് സോയാ ചങ്ക്സ് നല്ല ചൂടുള്ള വെള്ളത്തിൽ ഇട്ടതാണ്. തിളപ്പിക്കൊന്നും വേണ്ട. വെള്ളം നന്നായിട്ട് ചൂടാക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതിൽ ഇട്ടിട്ട് ഒരു 15 മിനിറ്റ് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നല്ല വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കുക 2-3 പ്രാവശ്യം. അത് കഴിഞ്ഞതിൻ്റെ ശേഷം നന്നായിട്ട് പിഴിഞ്ഞെടുത്താൽ മതി. അപ്പോൾ ഇത് വേവിക്കണ്ട, നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയാൽ മാത്രം മതി. അപ്പോൾ ഇത് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് സവാളയാണ് ചേർക്കേണ്ടത്. ഞാൻ വളരെ നൈസായിട്ട് അരിഞ്ഞ സവാളയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 7 മീഡിയം സൈസുള്ള സവാളയാണ് എടുത്തിരിക്കുന്നത്. അത് വളരെ നൈസായിട്ട് തന്നെ അരിയണം. അപ്പോൾ സവാള സോയ ചങ്ക്സിൻ്റെ കറിയിലൊക്കെ എപ്പോഴും സവാള നല്ല ഇട്ടാൽ മാത്രമേ ആ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നല്ല കുറുകിയിട്ടുള്ള ചാറോട് കൂടിയിട്ടുള്ള ആ കറി നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഗ്രേവി നല്ല ടേസ്റ്റ് ഉണ്ടാവണമെങ്കിൽ നമുക്ക് സവാള കുറച്ച് കൂടുതൽ ചേർക്കണം. അപ്പോൾ ഈ സോയാ ചങ്ക്സ് ഒരു 150 ഗ്രാം സോയാ ചങ്ക്സ് ആണെങ്കിൽ ഒരു 250 ഗ്രാം, ഒരു 300 ഗ്രാമിൻ്റെ അടുത്ത് വെച്ചിട്ട് സവാള ചേർക്കണം കേട്ടോ. അപ്പോൾ അതാ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു പിടി കറിവേപ്പില ചേർക്കുക. പിന്നെ ഈ സവാളയും കൂടി ചേർത്തിട്ട് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കുക. കുറച്ച് വെച്ചിട്ട് ഒന്ന് അടച്ചു വയ്ക്കുമ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആവും. പിന്നെ നന്നായിട്ട് വഴന്ന് കിട്ടും എളുപ്പത്തിൽ. ഇപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ കടായുടെ ചൂടിൽ തന്നെ അത് ഇരുന്ന് കഴിഞ്ഞിട്ട് നന്നായിട്ട് അത് സോഫ്റ്റ് ആവും ചെയ്യും. കറി നല്ല കുറുകിയ കറി കിട്ടാൻ വളരെ ഇതുപോലെ വഴറ്റി കഴിഞ്ഞാൽ എളുപ്പമാണ്. അപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ചു വയ്ക്കാം. സവാള നന്നായിട്ട് സോഫ്റ്റ് ആവുന്ന വരെ അടച്ചു വെച്ചാൽ മതി. ഇപ്പോൾ ഇതാ സവാള പകുതി വഴന്നു വന്നിട്ടുണ്ട്, മുഴുവനായിട്ട് വഴന്നിട്ടില്ല. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് കോക്കനട്ട് ഇങ്ങനെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ചേർക്കാം. നമ്മൾ സാധാരണ അങ്ങനെ കറികളിലൊക്കെ ഞാൻ ഇതിനു മുന്നേ കോക്കനട്ട് കൊത്തി അരിഞ്ഞത് കുക്കറിൽ വേവിക്കുന്ന സോയാ ചങ്ക്സിൻ്റെ കറി കാണിച്ചായിരുന്നു. അത് ഉണ്ടാക്കിയിട്ട് ഒരുപാട് പേർക്ക് ഇഷ്ടമായിരുന്നു, പിന്നെ കമൻറ്റ് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ കുക്കറിൽ ഉണ്ടാക്കുന്ന സോയാ ചങ്ക്സിൻ്റെ കറി കാണാത്തവർ പ്ലേലിസ്റ്റിൽ നോക്കിയാൽ മതി, കണ്ടു നോക്കൂ. ചപ്പാത്തി കറികൾ എന്നുള്ള ആ പ്ലേലിസ്റ്റിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കിയാൽ മതി. തേങ്ങാക്കൊത്ത് നമ്മൾ ഡയറക്റ്റായിട്ട് എണ്ണയിലേക്ക് ഇടുമ്പോൾ അത് പെട്ടെന്ന് ബ്രൗൺ കളറാവും. അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സവാള കുറച്ച് വഴന്നതിൻ്റെ ശേഷം അതിലേക്ക് ചേർത്തത്. അങ്ങനെ ആവുമ്പോൾ ആ തേങ്ങാക്കൊത്തിന് കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർക്കാം. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടിയും ചേർക്കാം. ഇഞ്ചി പേസ്റ്റ് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത കാരണമാണ് കേട്ടോ ആ കളർ അങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടാണ് ഞാൻ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറ്. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് കേടുവരില്ല, കുറേ മാസങ്ങളോളം അതിങ്ങനെ ഇരിക്കും. അപ്പോൾ നിങ്ങളത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പ്ലേലിസ്റ്റിൽ നോക്കിയാൽ മതി, കാണാൻ പറ്റും. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ആ പച്ചമണം കൂടി നന്നായിട്ട് മാറണം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക തുറന്ന് വെച്ചിട്ട് തന്നെ. അപ്പോൾ സവാള ഒരു ലൈറ്റ് ഗോൾഡൻ കളറാവും. അതുപോലെ തന്നെ സവാള നന്നായിട്ട് വാടി വരും. ഇപ്പോൾ ഞാനൊരു 10-12 ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞതും കൂടി ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ഇതിൻ്റെ കൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി നിങ്ങൾക്ക് ചേർക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒഴിവാക്കാം, പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ചെറിയ ഉള്ളി നിങ്ങൾ സവാള ചേർക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ആദ്യമേ ചേർക്കാം കേട്ടോ. ഞാനത് വിട്ടുപോയതാണ് ചേർക്കാൻ. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റുക. അപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു നല്ല പഴുത്ത തക്കാളിയാണ് ചേർക്കുന്നത്. അപ്പോൾ നല്ല പുളി ഉണ്ടാവാൻ പാടില്ല കേട്ടോ. തക്കാളി അധികം പുളിയുള്ളതാണെങ്കിൽ നിങ്ങൾ
കുറച്ച് തക്കാളി മാത്രം ചേർത്താൽ മതി. ഇതിപ്പോൾ അധികം പുളിയില്ലാത്ത നല്ല പഴുത്ത ഒരു തക്കാളിയാണ് ചേർക്കുന്നത്. തക്കാളിയുടെ അളവ് കൂടി പോകരുത്. അപ്പോൾ തക്കാളിയും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. തക്കാളി നന്നായിട്ട് വെന്ത് നല്ല യോജിപ്പ് വരാൻ വേണ്ടിയിട്ട് അത് ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ഇതാ തക്കാളിയും കൂടി നന്നായിട്ട് വെന്തിട്ട് നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. തക്കാളി നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നതിൻ്റെ ശേഷം ഈ സോയാ ചങ്ക്സ് കുതിർത്തിയത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതാ സോയാ ചങ്ക്സൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. സോയാ ചങ്ക്സ് ചേർത്തതിൻ്റെ ശേഷം പൊടികൾ ചേർത്ത് കഴിഞ്ഞാൽ ആ പൊടികളൊക്കെ നന്നായിട്ട് ആ മസാലയൊക്കെ നന്നായിട്ട് സോയാ ചങ്ക്സിലേക്ക് നന്നായിട്ട് പിടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി 1 അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. നമ്മൾ പച്ചമുളക് ചേർത്ത കാരണം പിന്നെ അതിനനുസരിച്ച് മുളക് പൊടി ചേർത്താൽ മതി. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ കൂടി മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തം 1 ടേബിൾ സ്പൂണും പിന്നെ ഒരു 1/2 ടീസ്പൂണാണ് കേട്ടോ മല്ലിപ്പൊടി ചേർത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മഞ്ഞൾപ്പൊടി ആദ്യം ചേർത്ത കാരണം ഇനി ചേർക്കണ്ട. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇപ്പോൾ ഗരം മസാലപ്പൊടിയുടെ ഫ്ലേവറിനനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ പെരുംജീരകപ്പൊടി വേറെ ചേർക്കുന്നില്ല. അത് കാരണം നല്ല പെരുംജീരകവും തക്കോലൊക്കെ ചേർത്തിട്ടുള്ള ഗരം മസാലപ്പൊടി ചേർത്താൽ ഇത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ അതുപോലത്തെ ഗരം മസാലപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ചേർക്കുക. ഗ്രേവിക്ക് ആവശ്യമായത് ഞാനങ്ങനെ കണക്കൊന്നും നോക്കിയില്ല, കുറച്ചധികം ചേർത്തിട്ടുണ്ട്. കുറച്ചധികം തന്നെ ചേർക്കുക. എന്നിട്ട് ആ ഗ്രേവി വറ്റി വരണം, നല്ല കുറുകി വരണം. ചൂടുള്ള വെള്ളം തന്നെ ചേർക്കുക കേട്ടോ. നല്ല ചൂടുള്ള വെള്ളം ചേർത്താൽ മതി. ഇത് തിള വന്നതിൻ്റെ ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അടച്ചിട്ട് നന്നായിട്ട് വേവിക്കണം. അപ്പോൾ ഞാനിതൊരു 15-20 മിനിറ്റോളം അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടില്ലേ, മീത എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ട് ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ മസാലയൊക്കെ ഇതിലേക്ക് നന്നായിട്ട് പിടിച്ചിരിക്കുന്നു. ആ സോയാ ചങ്ക്സിലേക്ക് നന്നായിട്ട് ഉള്ളിലേക്ക് ആ മസാല നന്നായിട്ട് പിടിക്കണം. നമ്മൾ നോൺ വെജൊക്കെ ഉണ്ടാക്കുന്ന അതുപോലെ തന്നെയാണ്. അപ്പോഴാണ് നല്ല കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അവസാനം നല്ല പച്ച കറിവേപ്പില ഒരു പിടി ചേർക്കുക. ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തിരിക്കുന്നു. ഇതിപ്പോൾ ഇരുമ്പ് ചീനച്ചട്ടി ആവുക കാരണം ചൂട് കാരണമാണ് തിള എപ്പോഴും വന്നിരിക്കുന്നത്. ഇനി ഇത് കുറച്ച് നേരം ഇങ്ങനെ അടച്ചു വയ്ക്കുക. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും കൂടി ആ ചാറ് നന്നായിട്ട് ഗ്രേവി നന്നായിട്ട് കുറുകി വരും. അപ്പോൾ നല്ല ടേസ്റ്റാണത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം.